Hello guys, welcome to the very first vlog of Life of Joshua TV. ചുമ്മാ ആദ്യമായിട്ട് ഇതാണല്ലേ ഇന്ന് വടക്കാതെ പറഞ്ഞത്. രണ്ടര ഉഴുന്നോട. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റിന് പോവാം. ഇന്നൊരു ഷൂട്ട് ഉണ്ടായിരുന്നു, ഷൂട്ട് കഴിഞ്ഞിരിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഇതാണോടാ നിന്റെ ബ്രേക്ക്ഫാസ്റ്റ്? ഹെൽത്തി. അതെ അതെ. നല്ല ചൂടുണ്ട്. അഭിപ്രായം ആക്ച്വലി നല്ല ചൂടുണ്ട്. വണ്ടി വന്ന് സ്റ്റാർട്ട് ചെയ്തത് ബ്രേക്ക്ഫാസ്റ്റ് നോമ്പായതുകൊണ്ട് പൊറോട്ട മുട്ടക്കറി പറ്റൂല. മസാല ദോശ ഞാൻ നോമ്പാണ്. പോണു നമ്മളിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കി വെച്ചോളാം. എന്ത് വല്ലതും കിട്ടിയോന്നോ കിട്ടിയിട്ടുണ്ടാവില്ലേ? ഇങ്ങനെ ഫുഡ് അന്വേഷിച്ച് ജോമും ഐശുവും വഴുതക്കാട് ജംഗ്ഷനിലെത്തി. ഐശ്വര്യം ചോദിച്ചു നോക്കണം. ഗ്യാസിന്റെ ഇഷ്യൂ വല്ലാത്ത അവസ്ഥ തന്നെയാണ്. ഇതല്ലേ എൽ പി ജി. ഐഷു പറഞ്ഞായിരുന്നു ഇവിടെ ഇനിയിപ്പോ എന്താ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിക്കാമെന്ന്. എല്ലാം പൊളിച്ചിടുവോ? കടയെ പൂട്ടിയിരിക്കുന്നത് കാലിനെ പറ്റിയടി. ഇല്ല അപ്പോ ഇനി എന്താ ചെയ്യുക? നമുക്ക് എന്നാ ചെയ്യാം? വെജ് കട ഉണ്ടായിരുന്നു, നമുക്ക് അവിടെ നോക്കി വെക്കാം. എടാ മക്കളെ, അവിടെ കൂടെ പോയി കഴിഞ്ഞാൽ നിനക്ക് അങ്ങ് പോവേണ്ടി വരും. ജസ്റ്റ് ഐഷു തിങ്സ്. നമ്മളങ്ങനെ കറങ്ങി തിരിഞ്ഞ് സബ്വേയിലോട്ട് എത്തിയിട്ടുണ്ട്. വേറൊരു രക്ഷയില്ല ഗൈസ്. ഫുഡ് നാട്ടിലൊന്നും ഒന്നുമില്ല ഇപ്പൊ ഇവിടെ. അയ്യോ, ഇങ്ങനെ ഇവളൊരു നൈസ് നോൺ വെജ് സാലഡ് പറഞ്ഞു തുടങ്ങി. എന്റെ മീറ്റ് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുകയാണ്. ഞാൻ വെജിന് എന്തെങ്കിലും പറയണം. ഇല്ല, ഞാൻ വേറെ എടുക്കാം. ഇഷ്ടപ്പെട്ടാടി? കടിച്ചു കഴിഞ്ഞില്ല ഉത്തരം പറഞ്ഞ ഫുൾ കള്ളത്തനമാണ് കേട്ടോ. ഞാൻ കഴിച്ച് തുടങ്ങാൻ പോണതേ ഉള്ളൂ, പൊട്ടിച്ചിട്ടില്ല. അതാ ഒരാള് ശ്വസിക്കുകയാണ് ഫുഡിനെ. പൊന്നോ, എനിക്കൊന്നാതെ വായില് വയ്യ. അവിടെ ഞാൻ പതിയെ കഴിക്കാൻ പറ്റത്തുള്ളൂ. അതെ, ഇതാണ് എന്റെ പച്ചക്കറി മേള. ഹെൽത്തി ഫുഡ്. എനിക്ക് മൊത്തം കഴിക്കാൻ പറ്റിയില്ല, വായിൽ നല്ല സീനാണ്. അതുകൊണ്ട് ബാക്കി നമ്മൾ പാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ബാക്കി വീട്ടിൽ പോയിട്ട് കഴിക്കുന്നതാണ്. കഴിക്കും. അപ്പൊ മിക്കവാറും ഐശ്വര്യ വീട്ടിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാൻ പോവാണ് ഗൈസ്. എനിക്ക് ഒരുപാട് പരിപാടികളുണ്ട്. നമ്മളങ്ങനെ ഐശുവിനെ വീട്ടില് വിട്ടു. ഇതാ നടന്നു പോണവള്. കാണാൻ പറ്റുമെന്ന് പറഞ്ഞോളൂ, അത്രയ്ക്ക് സുഖമില്ല. എനിവേസ് അവള് പോയി. ഇനി എനിക്ക് വീട്ടിൽ പോയിട്ട് പിന്നെ കണ്ടമനം പരിപാടികളാണ്. നോക്കാം എന്തൊക്കെ ഇന്ന് ചെയ്തു തീർക്കാൻ പറ്റുമെന്ന്. അപ്പൊ ഗൈസ്, മൈക്ക് ഊരേണ്ടി വന്നു, അല്ലാതെ എന്റെ ഹോൾഡറിന്റെ അകത്ത് നിൽക്കണില്ല. അവന്റെ ഓഡിയോ എത്രത്തോളം കിട്ടുന്നുണ്ട് എന്നെനിക്കൊരു പിടുത്തമില്ല. പണ്ട് കിട്ടുമായിരുന്നു. സോ ഇന്ന് ഞാൻ ആക്ച്വലി എന്റെ സംഭവം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കൂടുതൽ മിനി വ്ളോഗ്സ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഒരു കറക്റ്റായിട്ട് കഴിഞ്ഞ വർഷമായിരിക്കും വേണമെങ്കിൽ. അങ്ങനെ നിൽക്കുകയാണ് ഞാൻ. ലൈക്ക് ഓക്കെ, മിനി വ്ളോഗ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ടൈം ഫ്രെയിം എനിക്ക് സെറ്റാക്കാൻ പറ്റുള്ളൂ. അത് കട്ട് ചെയ്യണം, വോയിസ് ഓവർ, കളർ ഗ്രേഡിങ് എല്ലാം കൂടെ നടക്കുകയില്ല. പിന്നെ സബ്ടൈറ്റിൽസ്. സോ അതെല്ലാം ക്യാൻസൽ ഔട്ട് ചെയ്ത് കുറച്ചുകൂടെ റോ വ്ളോഗ് ചെയ്യാം എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അങ്ങനെ കുറച്ചുകൂടെ റോ വ്ളോഗ്സ് പോസ്റ്റ് ചെയ്യാം എന്നുള്ള ഒരു ഐഡിയയിൽ ഞാൻ ഇങ്ങനത്തെ ഒരു വ്ളോഗ്സ് ഒക്കെ എടുക്കുന്നു. ലെറ്റ്സ് ഹോപ്പ് ആർക്കൊക്കെ ഇഷ്ടപ്പെടും എന്ന് എനിക്കറിയില്ല. പക്ഷെ ലെറ്റ്സ് ഹോപ്പ് എവരി വൺ ലൈക്സ് ഇറ്റ്. എവരി വൺ എന്ന് പറയുന്ന കുറച്ച് അതിമോഹമാണെന്ന് തോന്നുന്നു. എന്തായാലും പ്രതീക്ഷിക്കാമല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ. എനിവേസ്, ഞാൻ കൂടുതൽ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ മിനി വ്ളോഗ് എന്നുള്ള ഇതിൽ ഡെയിലി വ്ളോഗ്സ് ചെയ്യാൻ പ്ലാൻ ഇല്ല. അതിനു പകരം ഇങ്ങനെ ലോങ് ഫോം ആയിട്ട് ഞാൻ എപ്പോഴാ ഓർത്തെ, ഞാൻ പോർട്രേറ്റ് ആണോ ലാൻഡ്സ്കേപ്പ് ആണോ എടുത്തു വെച്ചേക്കണേ? പോർട്രേറ്റ് ആണത് ഇതല്ലേ.
ഇന്നത്തെ വ്ളോഗ് മൊത്തം പോർട്രേറ്റ് ആണ് അതിനെ എടുത്ത് വെച്ചേക്കുന്നത്. ആ പോട്ടെ, കുഴപ്പമില്ല. കുഴപ്പമില്ല. ഇനിയിപ്പോ ഇനി ശീലമാണ്. അടുത്ത തൊട്ട് ലാൻഡ്സ്കേപ്പിലോട്ട് നീക്കാം. ഇതും കൂടെ പോട്ടെ, പോർട്രേറ്റ് അങ്ങ് പോട്ടെ. പിന്നെ കട്ട് ചെയ്ത് വേണം, കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലാൻഡ്സ്കേപ്പ് ആക്കാൻ പറ്റില്ല. എന്നാ പിന്നെ നമുക്ക് അങ്ങനെ നോക്കിയേക്കാം. ഞാൻ കട്ട് ചെയ്തിട്ട് ലാൻഡ്സ്കേപ്പ് ആക്കി ബാക്കി എടുക്കാം. ഓക്കെ, സോ തൽക്കാലം ഈ ഫ്രെയിം എനിക്ക് ഇങ്ങനെ വെച്ചെടുത്താലേ ശരിയാവത്തുള്ളൂ. സോ ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാന്ന് വിചാരിക്കുന്നു. ഇത് നല്ല ഷേക്ക് ഉണ്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഞാൻ പറഞ്ഞു വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ടോപ്പിക്കിൽ നിന്ന് മാറി പോകും. ഞാൻ പറഞ്ഞു വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിനി വ്ളോഗ്സ് ഞാൻ കൂടുതൽ നിർത്തുന്നു. കാരണം ഡെയിലി വ്ളോഗ് എടുത്തിടാനുള്ള നടക്കൂല, അതിനുള്ള ഒരു ടൈം ഫ്രെയിം കിട്ടുന്നില്ല. സോ എനിക്ക് ഇവന്റ്ഫുൾ ആയിട്ട്, നല്ല രീതിക്ക് ഇവന്റ്ഫുൾ ആയിട്ട് തോന്നുന്ന ഡേയ്സ് മാത്രം വ്ളോഗ് ചെയ്ത് ചെയ്യാം. അത് ലോങ് ഫോം, റോ വീഡിയോസിൽ റോ ടൈപ്പ് വ്ളോഗ് ചെയ്യാം എന്നുള്ള ഒരു ഐഡിയയിലാണ് ഇപ്പൊ ഇങ്ങനെ എടുക്കുന്നത്. ആൻഡ് ഇത് ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് ലാൻഡ്സ്കേപ്പ്, അതായത് 16:9 എടുക്കാൻ. ഇപ്പൊ 9:16 ആയിപ്പോയി. ലാൻഡ്സ്കേപ്പ് പോർട്രേറ്റ് ആ ഒരു ഇതിലെടുക്കും. ഇനിയിപ്പോ പറഞ്ഞ കാര്യമില്ല. ഇതിലിങ്ങനെ ഇങ്ങനെ കയറി പോകുന്നാണ് വിശ്വാസം. കാരണം 3 മിനിറ്റ് കൂടുതലായി കഴിഞ്ഞെന്തോ ഷോർട്ട് സീന് മാറി ലോങ് ഫോമിലോട്ട് മാറും. എങ്ങനെയാണെങ്കിൽ നമുക്ക് ആ രീതിക്ക് തന്നെ ട്രൈ ചെയ്യാം. ഇനിയും കുറെ പരിപാടികളുണ്ട്. ഓരോരോ പരിപാടികളായിട്ട് ചെയ്യാം. ബാക്കി എല്ലാത്തിനും മൈക്ക് വെക്കാൻ നോക്കാം. ചുമ്മാ മൈക്ക് ഉള്ളതുകൊണ്ട് വെക്കാം എന്നുള്ളൊരു തോട്ട്. നല്ല രസമുണ്ട്. ആദ്യം ഫുള്ളിരുന്ന് കുലുങ്ങുന്നു. അപ്പോൾ ഗൈസ്, അങ്ങനെ ഞാൻ വീട്ടിൽ എത്തി. ഇനി കുറച്ച് പരിപാടി എനിക്ക് ചെയ്ത് തീർക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒന്ന് പുറത്തിറങ്ങും, അല്ലെങ്കിൽ ആ പ്ലാൻ നാളത്തേക്ക് മാറ്റി വയ്ക്കാൻ സാധ്യതയുണ്ട്. ഞാൻ ആക്ച്വലി അതും കൂടി ഇൻക്ലൂഡ് ചെയ്ത് വരുന്നതുകൊണ്ടാണ് ഇന്നൊരു വ്ളോഗായിട്ടൊക്കെ ഇടാം എന്നൊക്കെ ഉള്ളൊരു പ്ലാൻ ഇറക്കിയത്. പക്ഷേ കറണ്ട് സിറ്റുവേഷൻ വെച്ചിട്ട് ചിലപ്പോൾ ഈ വ്ളോഗ് ഇവിടത്തോടെ കട്ട് ഷോട്ട് ചെയ്യുന്നതാണ്. അങ്ങനെയാണ് ഞാൻ ഈവനിങ് വന്നിട്ടൊരു സൈൻ ഓഫും കൂടെ പറയാം. ഒന്ന് നോക്കി നോക്കാം. ജസ്റ്റ് ഇപ്പം ഞാൻ എൻ്റെ ഡെസ്ക്ടോപ്പ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, ഒരു പരിപാടി എങ്ങനെയാണ് ഇരിക്കുന്നത് കാണാനും. എൻ്റെ സെറ്റപ്പ് എന്നാണ് ഞാൻ കാണിച്ചു തരാം. സോ ഇതാണ് ഗൈസ് എൻ്റെ ഡെവലപ്പർ സെറ്റപ്പ്. ഈ കോഡൊക്കെ നിങ്ങൾ വളരെ എൻ്റെ ഒരു സൈഡിൻ്റെ സൈഡ് പ്രോജക്റ്റ് ആയതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു കോഡ് എടുത്ത് വെച്ച് ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്നുള്ളൂ. ഇത് വളരെ സൈഡിൻ്റെ സൈഡ് പ്രോജക്റ്റ് ആയിട്ട് ചെയ്തൊരു സാധനമാണ്. അതുകൊണ്ടാണ് അത്ര കോൺഫിഡൻഷ്യൽ കോഡല്ല. പിന്നെ ഇത് കീബോർഡ്, മൗസ്, കുട്ടി ലൂഫി, പിന്നെ കുറച്ച് മോട്ടിവേഷണൽ സാധനങ്ങൾ. ഇത് ഐഷു എനിക്ക് ഉണ്ടാക്കി തന്ന, ഇത് ഗ്രാജുവേഷൻ ടൈം എനിക്ക് ഉണ്ടാക്കി തന്നൊരു ക്യാപ്പും സ്ക്രോളും, പിന്നെ ഒരു ഫോക്സി, പിന്നെ ഇത് ഞാനുള്ള ഫോട്ടോ, എൻ്റെ ഫാമിലി ഫോട്ടോ, എൻ്റെ ഹെഡ്ഫോൺ, ഇത് നമ്മൾ ചുമ്മാ പ്രിൻ്റ് ചെയ്തൊരു കപ്പ്, അവളിങ്ങനെ തന്ന പൂ, എൻ്റെ വെബ്ക്യാം. ഇതാണ് എൻ്റെ സിമ്പിൾ ഡെവലപ്പർ സെറ്റപ്പ്. PC അതിനെ വിട്ടുപോയി പറയാം. എക്കോ ഇതൊക്കെ കാണിക്കാം. എൻ്റെ ഞാൻ ചില നോട്ട്സൊക്കെ എഴുതാൻ വെക്കുന്ന ബുക്ക്, ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഹാർഡ് ഡിസ്കും ഉണ്ടാവും, പിന്നെ ഒരു ചെറിയ ഹബ്ബും ഉണ്ടാവും. അതൊക്കെ DC കുറച്ച് സാധനങ്ങളൊക്കെയാണ്. എനിവേയ്സ്, ഇതാണ് എൻ്റെ ബേസിക് സെറ്റപ്പ്. ഞാൻ നോക്കട്ടെ, നൈറ്റിലത്തെ പരിപാടി മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, നൈറ്റില്ല ഇനിയിപ്പോൾ ഇറങ്ങണമെന്ന് പറഞ്ഞു 10-15 മിനിറ്റിൽ. ഇൻ കേസ് അത് ക്യാൻസൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ വ്ളോഗ് ഞാൻ ജസ്റ്റ് നൈറ്റ് വന്നൊരു സൈൻ ഓഫ് പറയാം. നോക്കി നോക്കാം. അപ്പം ശരി ഗൈസ്, പിന്നെ കാണാം. അപ്പോൾ ഗൈസ്, ഇന്ന് ഉദ്ദേശിച്ച പരിപാടി നടന്നില്ല. അതുകൊണ്ട് അത് വേറൊരു വീഡിയോയിൽ വേറൊരു വ്ളോഗായിട്ട് ഞാൻ എടുക്കാം. എനിക്ക് സംസാരിക്കാൻ നല്ല ടാസ്ക്കാണ് ഇപ്പോൾ. സോ സീ യു ഗൈസ് ഇൻ അനദർ വീഡിയോ. Until then, bye bye.